നമസ്കാരം. അനന്തം ഈ പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LD ക്ലർക്ക് മുഖ്യ പരീക്ഷയുടെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് നോക്കുന്നത്. ആദ്യം പറയുന്നത് GK ആണ്. അപ്പോൾ GK തന്നെ ചരിത്രം, ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പം കേരള ഹിസ്റ്ററിയിൽ മെയിനായിട്ട് വരുന്നത് യൂറോപ്യന്മാർ, അതായത് ബ്രിട്ടീഷുകാർ, ഫ്രഞ്ച്, പോർച്ചുഗീസ്, അവരൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നതും അവർ കൊണ്ടുവന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരളം പിന്നീട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ, അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അതൊക്കെയാണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരനാൾ വരെ എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ്. അത് നന്നായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാർ, അവർ നടത്തിയ സമരങ്ങൾ, അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഇനി ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ത്യയുടെ ഒരുപാട് വൈസ്രോയിമാർ, ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നത് മുതലുള്ള കാര്യങ്ങൾ, അതായത് ആരാദ്യം വന്നത്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇവരൊക്കെ വന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അവർ സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ 1857 റിവോൾട്ട്, അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് നോക്കുക. INC, സ്വദേശി പ്രസ്ഥാനം, ഇതിനകത്തുനിന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. മഹാത്മാഗാന്ധി നടത്തിയ സമരങ്ങൾ, അല്ലെ, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ, അതുപോലെയൊക്കെയുള്ളതാണ്. അതെല്ലാം നോക്കുക. അതെല്ലാം ഈ ഭാഗത്ത് തന്നെ ഉള്ളതാണ്. ഈ സിലബസിൻ്റെ ഫുൾ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേണ്ടവർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക. ഇനി ലോകചരിത്രം എന്ന് പറയുമ്പോൾ വരുന്നതാണ് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ. അപ്പം ഇതൊക്കെ നോക്കുക. പിന്നീട് എന്താ പറയേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം, അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിത്തത് ഭൂമിശാസ്ത്രമാണ്, ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. എന്നാലും ശ്രദ്ധയോടെ തന്നെ ജോഗ്രഫി 5 മാർക്കുമാണ് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതായത് ഭൂമിയുടെ ഘടന ആയിക്കോട്ടെ, അന്തരീക്ഷം, അതുപോലെ തന്നെ പാറകൾ, നമ്മൾ എന്തൊക്കെ കാണുന്നു അതിനെക്കുറിച്ചെല്ലാം പഠിക്കുക. മാപ്പുകൾ പഠിക്കുക, സമുദ്രങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ ആകുമ്പോൾ അവയുടെ സവിശേഷതകൾ, ഭൂമിയുടെ സവിശേഷതകൾ പഠിക്കുക. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, കാലാവസ്ഥ, ഊർജ്ജ സ്രോതസ്സ്, പിന്നെ നമ്മുടെ വ്യോമ, റെയിൽ, ജല ഗതാഗതങ്ങൾ, ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഇതിനകത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളൊന്നുമില്ല. എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ പ്രിലിമിനറി ഇല്ല, മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കട്ടിയായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഏരിയാസും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ കേരളം പഠിക്കുക. കേരളത്തിലെയും ഇതുപോലെ തന്നെ ഒരേപോലെ വരുന്ന കാര്യങ്ങൾ റോഡ്, റെയിൽ, ജലഗതാഗതമാണ്. അത് രണ്ടിടത്തും ഇന്ത്യയിലെയും പഠിക്കണം, കേരളത്തിൻ്റെയും പഠിക്കുക. പിന്നെ ധാതു വ്യവസായങ്ങൾ, കൃഷി, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരളത്തിൻ്റെ. അതെല്ലാം പഠിക്കുക. പിന്നീട് ജില്ലകൾ, സവിശേഷതകൾ, നമ്മുടെ നദികളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് മാറ്റി വയ്ക്കാനായിട്ടൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. പിന്നെ അവസാനം ധനതത്വശാസ്ത്രം. കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങൾ അത്യാവശ്യം വലിയ കാര്യങ്ങൾ തന്നെയാണ്. 5 മാർക്ക് തന്നെയാണ്. നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി ഇത്രയും വലിയ ടോപ്പിക്കുകൾ എഴുതി വെച്ചതിനകത്ത് ആകെപ്പാടെ കുറച്ച് ടോപ്പിക്കേ ഉള്ളെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ അതിനകത്ത് ഒന്നുപോലും മാറ്റി വയ്ക്കാനില്ല. അപ്പോൾ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ തന്നെ എന്തോരം പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. ഓരോ വർഷം നടന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ആ സമയത്ത് അവരുടെ എന്താ പറയുക ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളതെല്ലാം നമ്മൾ പഠിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കണം, നീതി ആയോഗ് പഠിക്കണം. അതുപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരം, ധനകാര്യ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ SBI അല്ലെങ്കിൽ RBI, ഇതൊക്കെ എന്നാണ് നാഷണലൈസേഷൻ നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എന്താണ്, കാർഷിക വിളകൾ, നമ്മുടെ കുറേ ക്രോപ്പ് റൊട്ടേഷനൊക്കെ വരുന്നുണ്ടല്ലോ, അത് പഠിക്കുക. പിന്നെ ധാതുക്കൾ, ഹരിത വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്.